എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലിറ്റർ പെയിൻറ്റ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. ഇത് മെറ്റാലിക് പെയിൻ്റ് അല്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷാംപൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മെത്തേഡിൽ. അപ്പോൾ ഒരു പ്ലെയിൻ ഷാംപൂ എടുക്കുന്നതാണ് നല്ലത്, അതായത് ഒരു വൈറ്റ് ഷാംപൂ എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ ഞാൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉജാലയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്കൈ ഒരു എന്താ പറയുക, ഒരു വയലറ്റ് കളർ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്കായിട്ട് വേണോ അത്രയും ഉജാല നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിലേക്ക് ഗ്ലിറ്ററാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് സിൽവർ ഗ്ലിറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം വയലറ്റ് കളറിൽ സിൽവർ നല്ലപോലെ മാച്ച് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിന് മാച്ച് ആയിട്ടുള്ള ഗ്ലിറ്റർ നോക്കി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഷൈനിങ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്ലിറ്റർ പെയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഹോം മെയ്ഡ് ഗ്ലിറ്റർ വെച്ചിട്ടും ചെയ്യാം. ഹോം മെയ്ഡ് ഗ്ലിറ്ററിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം. ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറെ മെത്തേഡ്സ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇതൊന്ന് പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു പഴയ അക്രിലിക്കിൻ്റെ ഫിനിഷായ പെയിൻറ്റ് ബോട്ടിൽ നിറച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിനിഷായ പെയിൻറ്റ് തന്നെയാണ്. അതായത് ലാസ്റ്റ് കുറച്ച് മാത്രം ബാക്കി ഉണ്ടാവുമ്പോൾ പെയിൻറ്റ് ഉണ്ടാവില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഫുൾ പെയിൻറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചെയ്യുന്നത്. പിന്നെ പൊതുവേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോഴാണ് ഞാൻ മിക്സ് ചെയ്ത് എടുക്കാറ്, അല്ലാണ്ട് പെയിൻറ്റൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. അപ്പം ഞാനൊരു പിങ്ക് കളറാണ് എടുത്തത്. അപ്പോൾ ഈ പിങ്കിലേക്ക് ഞാൻ പിങ്ക് കളർ ഗ്ലിറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഏത് കളറാണോ എടുക്കുന്നത് അതേ സെയിം കളർ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മിക്സായി പോകുന്ന ബ്ലെൻഡായി പോകുന്ന ഒരു കളർ എടുക്കുക. ഇപ്പം റെഡ് എടുക്കുമ്പം റെഡ് ഗ്ലിറ്റർ എടുക്കുക, റെഡ് പെയിൻറ്റ് എടുക്കുമ്പോൾ റെഡ് ഗ്ലിറ്റർ എടുക്കുക, യെല്ലോ പെയിൻറ്റ് എടുക്കുമ്പം ഗോൾഡൻ ഗ്ലിറ്റർ എടുക്കുക, അങ്ങനെ. അപ്പോൾ ഈ പിങ്ക് കളറാണ് ഈ ഒരു പെയിൻറ്റ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് ഗ്ലിറ്ററാണ് ആഡ് ചെയ്യുന്നത് ഇതിനെ ഗ്ലിറ്റർ പെയിൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡ് ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പേപ്പറിലുള്ള സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പേപ്പറിൽ ഇത് ഇങ്ങനെയാണ്. അതായത് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ ആഡ് ചെയ്ത ഗ്ലിറ്റർ കുറച്ച് കുറവാണ്, അതാണ് ഇതിങ്ങനെ കുറച്ച് മാത്രം ഗ്ലിറ്റർ ആയിട്ടുള്ളത്. നല്ലപോലെ ഗ്ലിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ലപോലെ ഷൈനിങ് ഉണ്ടാവും. നമ്മുടെ പെയിൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേപ്പറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് ആവശ്യമുള്ള ഷൈനിങ് കിട്ടുന്ന വരെ നമുക്ക് ഒരു കോട്ട് അടിച്ച് അത് ഉണങ്ങി കഴിഞ്ഞ് നെക്സ്റ്റ് കോട്ട് അടിച്ചാൽ മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.